ടൊവിനോ തോമസിന്റെ പുതിയ ചിത്രമായ പള്ളിച്ചട്ടമ്പി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. തുടക്കം മുതലേ വാർത്തകളിൽ നിറഞ്ഞ ചിത്രമായിരുന്നു ഇത്. ടീസറും ട്രെയിലറും പോസ്റ്ററുകളുമെല്ലാം വൈറലായിരുന്നു. ചിത്രത്തിൽ ടൊവിനോയ്ക്കൊപ്പം പൃഥ്വിരാജും എത്തുന്നുണ്ടെന്ന വിവരം പുറത്തുവന്നത് അവസാന നിമിഷമായിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് വാചാലനായിരിക്കുകയാണ് പൃഥ്വിരാജ്. താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ആൾക്കാരെ ചിന്തിപ്പിക്കുക, എൻഗേജ് ചെയ്യിപ്പിക്കുക, എന്റർടൈൻ ചെയ്യിപ്പിക്കുക, ഇതായിരിക്കണം സിനിമയുടെ ഉദ്ദേശം. തന്നെ സംബന്ധിച്ച് കഥ അപ്പീലിംഗ് ആയിരിക്കണം. നെഗറ്റീവ് ആണെന്നൊന്നും നോക്കാത്ത ഒരാളാണ് താൻ. കാമിയോ ആണെങ്കിലും പ്രശ്നമില്ല. ഹീറോ, വില്ലൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല താൻ എന്നായിരുന്നു വൈ പള്ളിച്ചട്ടമ്പി എന്ന് ചോദിച്ചപ്പോൾ പൃഥ്വി പറഞ്ഞത്. തന്നെ വളർത്തിയവരുടെ ഭൂമി മുഴുവനും അയാൾ സംരക്ഷിച്ച് അടക്കി ഭരിക്കുകയായിരുന്നു. വളരെ വലിയ സ്കെയിലായിരുന്നു അന്ന് കഥ പറഞ്ഞത്. കഥയിലെ പോലെ അന്നത്തെ വയനാടും ബ്രിട്ടീഷ് മൈനിങ് കോർപ്പറേഷനും ഒക്കെ വീണ്ടെടുക്കുക എന്നത് വെല്ലുവിളിയായിരുന്നു. സാമ്പത്തികമായി അത്ര എളുപ്പമല്ലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതൊരാഗ്രഹമായി അവശേഷിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറമാണ് ഡിജോ ജോസ് ആന്റണി പള്ളിച്ചട്ടമ്പിയുമായി വരുന്നത്. പള്ളിച്ചട്ടമ്പിയുടെ ജീവിതത്തിലേക്ക് കുഞ്ഞമ്പു പട്ടേലർ കടന്നു വരുന്നതിനെ കുറിച്ച് അവർ വിവരിച്ചിരുന്നു. നേരത്തെ കേട്ട കുഞ്ഞമ്പുവിൽ നിന്നും കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലറായി രൂപം പ്രാപിക്കുകയായിരുന്നു. ടൊവിനോ തന്റെ അടുത്ത സുഹൃത്തും സഹോദരനുമാണ്. നേരത്തെ ചെയ്യാൻ ആഗ്രഹിച്ച കഥാപാത്രമായി വരാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. ഗൂഗിളിൽ തിരഞ്ഞാൽ ഈ കഥയുടെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകും എന്നതായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞത്. ജനഗണമന സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ തന്നോട് പറഞ്ഞിരുന്നു. കുറഞ്ഞ സമയമെടുത്താണ് കഥ പറഞ്ഞത്. കേട്ടിടത്തോളം താല്പര്യം തോന്നിയിരുന്നു. അതിനെ തിരക്കഥയായി വരണം എന്നായിരുന്നു ജനഗണമന രണ്ടാം ഭാഗത്തെക്കുറിച്ച് പൃഥ്വി പറഞ്ഞത്.